അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിൽ മാവോയിസ്റ്റ് ഇടപെടൽ ഒഴിവാക്കാൻ വനം വകുപ്പ് പദ്ധതി തയ്യാറാക്കുന്നു. വനം വകുപ്പിനെതിരെ മാവോയിസ്റ്റ് സംഘടനകൾ നടത്തുന്ന പ്രചാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഊരുകളിൽ കൂടുതൽ ജനകീയമാകാൻ വനം വകുപ്പിന്റെ തീരുമാനം. മാവോയിസ്റ്റ് ആക്രമണം നടന്ന അട്ടപ്പാടിയിൽ സന്ദർശനം നടത്തിയ വനം വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. സൈലന്റ് വാലി ഫോറസ്റ്റ് ഓഫീസിന് നേരെ മാവോയിസ്റ്റ് അക്രമമുണ്ടായ പശ്ചാത്തലത്തിലാണ് സ്ഥലം സന്ദർശിച്ച വനംവകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആദിവാസി ഊരുകളിൽ ഇവരുടെ ഇടപെടൽ ഒഴിവാക്കുന്നതിന് പ്രത്യേക പദ്ധതി തയ്യാറാക്കാൻ നിർദ്ദേശിച്ചത്. വനവിഭവങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റി കൂടുതൽ വരുമാനം ലഭിക്കുന്ന വിധത്തിലേക്ക് ആദിവാസി കുടുംബങ്ങളെ സഹായിക്കുന്നതിനായി വിപുലമായ പദ്ധതി തയ്യാറാക്കാനാണ് നിർദ്ദേശം. ഇതിനു പുറമെ ഊരുകാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മുൻകൈയെടുത്ത് പ്രവർത്തിക്കണമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ഓരോ ഊരിലും ഒരു ഉദ്യോഗസ്ഥന് ചുമതല നൽകാനും വനംവകുപ്പ് ആലോചിക്കുന്നുണ്ട്. അട്ടപ്പാടിയിൽ നടന്നത് മാവോയിസ്റ്റ് അക്രമം തന്നെയാണെന്ന സൂചനയാണ് മന്ത്രി നൽകിയത്. ജനങ്ങൾക്കും ജീവനക്കാർക്കും ആവശ്യമായ സുരക്ഷ ലഭ്യമാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. വനം വകുപ്പിൽ നമ്മളുടെ ജോലി നിർവഹണത്തിന് വേണ്ടി ആവശ്യമായ എന്തെല്ലാം സന്നാഹങ്ങൾ വേണ്ടോ അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. മുക്കാലിയിൽ നടന്ന അവലോകന യോഗത്തിൽ വനംവകുപ്പ് മേധാവി, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് സൂപ്രണ്ട് തുടങ്ങിയവർ പങ്കെടുത്തു. അക്രമികൾ തകർത്ത സൈലന്റ് വാലി ഓഫീസ് നവീകരിക്കുന്നതിനായി 30 ലക്ഷം രൂപ അനുവദിച്ചു. മുക്കാലിയിൽ വനംവകുപ്പിന്റെ ദ്രുതകർമ്മ സേനയെ നിയോഗിക്കാനും തീരുമാനമായി. റിപ്പോർട്ടർ, പാലക്കാട്.